അതുപോലെ തന്നെ ഈ ഗവൺമെന്റിനെതിരായി കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്താനുള്ള ഒരു ശ്രമങ്ങളും ഈ UDFന്റെ ഭാഗത്തുനിന്നോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ കാണുന്നില്ല. കഴിഞ്ഞ 2.5 വർഷക്കാലമായി ആകപ്പാടെ ഒരു വിഷയത്തിലാണ് ഇവർ ഹൈക്കോടതിയിൽ പോയത്. ആ കോടതിയിൽ പോയപ്പോൾ തന്നെ ഇവർക്കെതിരായിട്ടുള്ള പരാമർശങ്ങളൊക്കെ കോടതിയിൽ നിന്നുണ്ടായതാണ് നമ്മൾ കണ്ടത്. ശ്രീ കെ എം ഷാജൻ, ഈ പറഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ താങ്കളുടെ പാർട്ടി മത്സരിക്കുക എന്നൊരു വാർത്ത പുറത്തുണ്ട്. എത്ര സത്യാവസ്ഥ ഉണ്ട് ആ വാർത്തയിൽ? അല്ല, ഒന്നാമത്തെ കാര്യം നമ്മുടെ പാർട്ടിയല്ല, നമുക്കൊരു പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. അതിൻ്റെ പേര് സേവ് കേരള ഫോറം എന്നാണ്. ആ പാർട്ടി ആ ഫോറം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ ഏതാനും മാസങ്ങളെ ആയുള്ളൂ ആ പ്ലാറ്റ്ഫോം രൂപീകരിക്കപ്പെട്ടിട്ടെങ്കിലും അത് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 2-3 മാസമായി വളരെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ പാർട്ടി ആ പ്ലാറ്റ്ഫോം പൊതുരംഗത്തുണ്ട്. അപ്പോൾ ആ പ്ലാറ്റ്ഫോം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നാഗ്രഹിക്കുന്നതിന് ഒരു യുക്തിയുണ്ട്, അല്ലെങ്കിൽ മത്സരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നതിന് ഒരു യുക്തിയുണ്ട്. ആ യുക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഭരണകൂടം വലിയ തോതിൽ അഴിമതിവൽക്കരിക്കപ്പെടുകയും ജീർണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മളിപ്പോൾ കൂടുതൽ പോകേണ്ട കാര്യം. മറുഭാഗത്ത് ഈ ഒരു ഭരണകൂടത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒരു പുതിയതായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ കർണാടക ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഉത്തരവ്, ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ്റെ മകളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഈ ക്ലിഫ് ഹൗസിലൊക്കെ ഉൾപ്പെടെ റെയ്ഡ് ചെയ്യാനോ പോലും ഒരു തടസ്സവും SFIOയ്ക്ക് ഇല്ല എന്നുള്ള നിലയിലുള്ളൊരു വിധിയാണ് ഇന്നലെ വന്നിട്ടുള്ളത്. പക്ഷെ ആ വിഷയത്തിലൊന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മുരടനകം പോലും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ്, പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഒരു സമരാഗ്നി എന്ന് പറഞ്ഞിട്ടൊരു വലിയ ജാഥയുടെ നടുവിലാണ്. സാധാരണഗതിയിൽ ഇതുപോലൊരു ഉത്തരവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള നിലയിൽ വലിയ പത്രസമ്മേളനങ്ങളൊക്കെ നടത്തുകയും വലിയ തോതിലുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരത്തിൽ ഒരു നീക്കങ്ങളും കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് കാണുന്നില്ല. UDFന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 2-2.5 വർഷക്കാലമായി ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള ഒരു നീക്കങ്ങളും കാണുന്നില്ല. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിനെതിരായി കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്താനുള്ള ഒരു ശ്രമങ്ങളും ഈ UDFന്റെ ഭാഗത്തുനിന്നോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ കാണുന്നില്ല. കഴിഞ്ഞ 2.5 വർഷക്കാലമായി ആകപ്പാടെ ഒരു വിഷയത്തിലാണ് ഇവർ ഹൈക്കോടതിയിൽ പോയത്. ആ കോടതിയിൽ പോയപ്പോൾ തന്നെ ഇവർക്കെതിരായിട്ടുള്ള പരാമർശങ്ങളൊക്കെ കോടതിയിൽ നിന്നുണ്ടായതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ആ നിലയിൽ കഴിഞ്ഞ 2-2.5 വർഷക്കാലമായി ഒരു വശത്ത് ഇപ്പോൾ ഇരിക്കുന്ന ഈ ഭരണ നേതൃത്വം വലിയ തോതിൽ പുഴുത്തു ചീഞ്ഞ് നാറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മറുഭാഗത്ത് അതിനെതിരായിട്ട് ഒരു നീക്കങ്ങളും നടത്താൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിനോ UDFനോ കോൺഗ്രസിനോ കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യം. ഇപ്പം തന്നെ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ ഈ CMRLന്റെ കാര്യം നോക്കൂ. ഈ CMRLന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRLന് പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ധാതുക്കളെല്ലാം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തുകളി നടന്നെന്നും വലിയ തോതിൽ അവർക്ക് അത്തരം ധാതുക്കൾ കിട്ടിയെന്നുമൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം കംപ്ലീറ്റ്ലി കോംപ്രമൈസ്ഡ് ആണ് ഇവിടുത്തെ പ്രതിപക്ഷം എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സാഹചര്യത്തിൽ പ്രതിപക്ഷവും അല്ലെങ്കിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും BJPയും അടങ്ങുന്ന 3 രാഷ്ട്രീയ മുന്നണികളും ഒരേ സ്വാർത്ഥ താല്പര്യവും വ്യക്തി താല്പര്യവുമാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇരകളായി നിൽക്കുന്ന ജനങ്ങളോടൊപ്പം നിന്ന് പോരാടുക എന്നുള്ളത് സേവ് കേരള ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് എന്നുള്ളത് കൊണ്ടും ഇത്തരം വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ അചഞ്ചലമായി പോരാടുക എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ടും ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാവണം എന്ന് സേവ് കേരള ഫോറം എന്ന ഈ പ്ലാറ്റ്ഫോം തീരുമാനമെടുത്തിട്ടുണ്ട്. താങ്കൾ കേരള സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ലോക്സഭാ ഇലക്ഷനിൽ താങ്കൾ നിൽക്കുന്ന മണ്ഡലത്തിൽ താങ്കൾ ജയിച്ച് കേന്ദ്രത്തിൽ MP ആയിട്ട് പോയാൽ കേന്ദ്രത്തിനെതിരെ ആയിരിക്കില്ല അടുത്ത സമരം? ഇപ്പോൾ കേരളം എവിടെയാണോ? അല്ല, ഇപ്പം ഞാനിപ്പോൾ ചോദിച്ചല്ലോ, ഇപ്പം ഞാനാണോ മത്സരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചില്ല. സേവ് കേരള ഫോറം ആണോ മത്സരിക്കുന്നത് എന്ന് ചോദിച്ചു. സ്വാഭാവികമായും ഞാൻ മത്സരിക്കുന്നതിനെ കുറിച്ചും ആ ഫോറത്തിനകത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് 2 ദിവസത്തിനുള്ളിൽ അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാവും എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. അത് മണ്ഡലത്തെ കുറിച്ചിട്ട് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നില്ല, കാരണം അതൊക്കെ പ്രഖ്യാപിക്കേണ്ടത് ആ പ്ലാറ്റ്ഫോമിൻ്റെ ആളുകളാണ്. പക്ഷേ ഒരു MP എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വിജയിച്ചാൽ കേരളം വിട്ടു പോവുക എന്നുള്ളതല്ല. ഒരു MP യുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ
കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് മാത്രം എന്നുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു എം പിയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാനവും അടങ്ങുന്ന ഒരു മേഖലയാണ്. പക്ഷേ കേരളത്തിലെ എനിക്ക് ഈ പശ്ചാത്തലത്തിൽ എനിക്ക് സൂചിപ്പിക്കാം, കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി 20 MP നമുക്കുണ്ടായിരുന്നു, ലോക്സഭയിൽ, രാജ്യസഭയിൽ വേറെ. ഇതിലേതെങ്കിലും ഒരു MP കേരളത്തിൻ്റെ വിഷയങ്ങളോ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള നിലപാടുകളോ ഇനി അതുപോട്ടെ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള നിലപാടുകളോ കൺസിസ്റ്റന്റ് ആയി എടുക്കാൻ, അല്ലെങ്കിൽ വല്ലപ്പോഴും വല്ല പ്രസ്താവനയൊക്കെ ഇറക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വല്ല പത്രസമ്മേളനം നടന്നിട്ടുണ്ടാവും, വല്ലപ്പോഴും ഒക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ കൺസിസ്റ്റന്റ് ആയി കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ഏതെങ്കിലും ഒരു MP-ക്ക് കേന്ദ്ര ഗവൺമെന്റിനെതിരെയോ സംസ്ഥാന ഗവൺമെന്റിനെതിരെയോ നിരന്തരം അചഞ്ചലമായി പോരാടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് സ്വാഭാവികമായും ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിന് പിന്നെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും അചഞ്ചലവും വിട്ടുവീഴ്ചയില്ലാതെ പോരാടാനും ഉള്ള ഒരു അവസരമായി അതിനെ ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. താങ്കളുടെ പ്ലാറ്റ്ഫോമിൽ താങ്കളും നിർത്തുന്ന സംഘടനകളിൽ മറ്റു ആൾക്കാരെ വിജയിച്ചാൽ മോദി സർക്കാരിനെ അയക്കുമ്പോൾ ഇന്ത്യ എന്ന മുന്നണിക്കായി പിന്തുണ കൊടുക്കുന്നത്? അല്ല, മോദി സർക്കാരിനായിരിക്കില്ല പിന്തുണ കൊടുക്കൽ. ആ കാര്യത്തിൽ പിന്നെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അതാണല്ലോ ഇപ്പോൾ പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള വിമർശനപരമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ സേവ് കേരള ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം പിന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ വർഗീയ നയങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ജനവിരുദ്ധ നയങ്ങൾ, അവരുടെ വികസന വിരുദ്ധ നയങ്ങൾ, ഇത്തരം സമീപനങ്ങളിലായിരിക്കും ഈ സേവ് കേരള ഫോറവും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാം. 2025 നഗരസഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ 2 തെരഞ്ഞെടുപ്പിലും സേവ് കേരള കാണാം. അല്ല, യാതൊരു സംശയമില്ലല്ലോ. കാരണം അതിൻ്റെ ആദ്യത്തെ ഒരു നടപടി എന്നുള്ള നിലയിലാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അനൗപചാരികമായിട്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള ചർച്ചകളിൽ നിന്നൊക്കെ തന്നെ വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ പിന്തുണ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കേരളത്തിൻ്റെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരായി പോരാടുന്ന, അചഞ്ചലമായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന നൂറുകണക്കിന് സംഘടനകൾ കേരളത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ അഴിമതിക്കെതിരെ പോരാടുന്നത്, പരിസ്ഥിതി ഭൂമി കയ്യേറ്റത്തിനെതിരെ പോരാടുന്നത്, സ്ത്രീവിരുദ്ധതയുമായി ബന്ധപ്പെട്ട് അതിനെതിരെ പോരാടുന്നത്, പോലീസ് അതിക്രമങ്ങൾക്കെതിരെ പോരാടുന്നത്, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പോരാടുന്നത്, അങ്ങനെ നൂറുകണക്കിന് സംഘടനകൾ, സമര സംഘടനകൾ കേരളത്തിലുണ്ട്. ആ സമര സംഘടനകളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട്, അവരുടെ എല്ലാം പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാനാണ് സേവ് കേരള സമിതി ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഇന്നത്തെ ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഒരേ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ 3 മുന്നണികൾക്കും ബദലായി പരിശുദ്ധമായ, അചഞ്ചലമായി, വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഒരു പുതിയ സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഒരു പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് സേവ് കേരള ഫോറം അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവരെയുള്ള ഞങ്ങൾക്ക് കിട്ടുന്നിട്ടുള്ള പ്രതികരണങ്ങൾ വളരെ പോസിറ്റീവാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ഇത്തരം നൂറുകണക്കിന് സംഘടനകളുടെ പിന്തുണയോടുകൂടി വലിയൊരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നും ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഒരു മെച്ചപ്പെട്ട കേരളം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.